എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഈ പുഴയും കടന്നിലെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ അച്ഛനരികിലേക്ക് ഞാൻ പറന്നു വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് നമ്മുടെ ഗംഗ പോവുകയാണ് കേട്ടോ. താഴേക്ക് പറക്കാനായിട്ട് പോയതാണ്. പക്ഷെ പറന്നത് താഴേക്കല്ല, മുകളിലേക്കാണെന്ന് മാത്രം. നമ്മുടെ പാറയുടെ ആ ഒരു ഭാഗത്തേക്ക് പതുക്കെ കറങ്ങി പോകുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നിയത്. ആദ്യമൊന്നും മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് വിനീതിൻ്റെ കൈകളിലാണ് അവളെന്ന്. കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു ആ സത്യം മനസ്സിലാക്കാനായിട്ട്. അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾ അവളെ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കിയതിന് ശേഷം പതുക്കെ താഴേക്ക് വെച്ചു, അല്ലെങ്കിൽ താഴേക്ക് നിർത്തി. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് എനിക്ക് മനസ്സില്ലെങ്കിലോ, മരണത്തിന് പോലും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഈ ജീവിതം എനിക്ക് തന്നൂടെ, പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ എന്ന് പറഞ്ഞതും ഗംഗ കരഞ്ഞു പോയിട്ടോ. കാവേരിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഗംഗ കരഞ്ഞുകൊണ്ട് പിന്നെ ഇതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്പലത്തിലെ കാര്യങ്ങളാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന രാധമ്മയ്ക്കും ഈ ശാരദയ്ക്കും ഒക്കെ അരികിലേക്ക് ജയപാലൻ വരികയാണ്. അല്ല, വീട്ടിലൊന്നും പോകണ്ടേ? ഉച്ചവെയിൽ തെളിഞ്ഞാലേ ഭയങ്കര പാടാ, കത്തുന്ന ചൂട്. ഈ പ്രായത്തിൽ അതൊന്നും താങ്ങിന്ന് വരത്തില്ലെന്നേ. അല്ല, ഗംഗയെ നോക്കി ഇവിടെ കുത്തിയിരിക്കുന്നെങ്കിലേ അവളിനി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അന്വേഷിക്കാൻ ഞാളെ ആളെ ഏർപ്പാടെക്കുന്നുണ്ട്. പോലീസിനെയോ ഫയർഫോഴ്സിനെയോ അവരൊക്കെ തിരഞ്ഞോളുന്നേ. അവർക്കാകുമ്പോഴേ കുളത്തിലും കായലിലും റെയിൽവേ ട്രാക്കിലും ഒക്കെ നല്ല ശീലമല്ലേ. ദേ ജയപാല, മരിച്ചുപോയ നിൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ ഞാൻ എന്നൊക്കെ ചോദിച്ച് അമ്മ കരയാണ്. അമ്മയുടെ സ്ഥാനത്തുള്ള ആളെ അമ്മ ആയിട്ടൊന്നും വരത്തില്ല. ആ സ്ഥാനത്ത് അമ്മ തന്നെ വേണം. നിന്നോട് ദൈവം ചോദിച്ചോളൂടാ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇനി കാണുമ്പോൾ ചോദിക്കുവാണെങ്കിലേ ഞാൻ മറുപടി അങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെ പരിഹസിക്കുകയാണ് ജയപാലൻ. വലിച്ച് കീറാൻ തോന്നി ജയപാലൻ്റെ ഓരോ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ. എന്തായാലും ജയപാലൻ വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ആ വണ്ടിക്ക് മുമ്പിലേക്ക് വേറൊരു വണ്ടി അങ്ങ് വന്ന് നിന്നു. ആരാടാ അത് എന്നും ചോദിച്ച് ഈ വണ്ടിക്ക് ഓപ്പോസിറ്റായിട്ട് വന്ന് നിന്നതുകൊണ്ട് ഓണടിക്കുകയാണ്. ഓണടിച്ചിട്ടൊന്നും ആരും ഇറങ്ങുന്നില്ല എന്ന് കണ്ടതും ചാടി ഇറങ്ങി ജയപാലൻ. ആരാടാ അത് എന്നും ചോദിച്ച് ചാടി ഇറങ്ങി മുന്നിലേക്ക് ചെല്ലാണ്. പക്ഷേ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത് കാവേരിയാണ്. കാവേരിയുടെ വക മാസ് ഡയലോഗൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ജയപാലനെ ഞെട്ടിച്ചു കൊണ്ടുള്ള ഡയലോഗുകൾ. ഡാ അല്ല ജയപാലൻ സാറേ, ഡി കാവേരി. എന്തായാലും കാവേരി വന്നത് കണ്ടിട്ട് നിളമോൾ വിളിച്ച് പറയുക, അമ്മയെ കാവേരി ചേച്ചി വന്നൂന്ന്. എന്തോ പ്രതീക്ഷ നിളമോൾക്കും വീട്ടുകാർക്കും ഉണ്ടായി. ഈ സീനിൽ നിൻ്റെ ഒരു കുറവുണ്ടെന്ന് വിചാരിച്ചതേ ഉള്ളൂ ഞാൻ. എവിടെ പോയി നീ എന്ന് ജയപാലൻ ചോദിച്ചു. അയ്യോ, എൻ്റെ കാര്യമൊത്ത് ജയപാലൻ സാർ വിഷമിച്ച് പോവല്ലേ. കാവേരി 1 or 2 സീനിലില്ലെങ്കിലും വരുമ്പോൾ അതിൻ്റെ കേട് തീർത്തേ വരുള്ളൂ. ഒരു ട്രിപ്പിൾ പഞ്ച് എന്നൊക്കെ പറയില്ലേ, അന്തമാതിരി വരും. പട്ടി ചന്തയ്ക്ക് പോയ പോലെ കയ്യും വീശി മടങ്ങി വന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിക്കാൻ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. അയ്യോ, നീ അമ്പലത്തിലോട്ട് ചെല്ല്. അവിടെ നിൻ്റെ അമ്മയും അനിയത്തിമാർ മോങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. പോയി ആ കണ്ണീരൊക്കെ അങ്ങ് തുടച്ചു കൊടുക്കുക. അതെ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അല്ലേ ജയപാലൻ സാറേ. വേട്ടയ്ക്കിറങ്ങിയത് കാവേരിയാ. അപ്പോൾ 1-2 കൊമ്പൻ സ്രാവിനെയെങ്കിലും കൊണ്ടുവരണ്ടേ? ഇല്ലെങ്കിലേ എൻ്റെ ഫാൻസുകാരെന്നോട് ക്ഷമിക്കത്തില്ല. എന്നിട്ട് എവിടെ നീ കൊണ്ടുവന്ന കൊമ്പൻ സ്രാവ് കാണട്ടെ. അപ്പോഴേക്കും ആദ്യം ഇറങ്ങിയത് ഗംഗയാണ്. 2 ഡോറും തുറന്ന് അങ്ങോട്ട് ഇറങ്ങാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ത്രം ചൊല്ലുന്നത് പോലെ ഒരു മാജിക്കുകാരനെ പോലെ കാവേരി ഒരു ആക്ഷനും കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് ആ വണ്ടിയുടെ ഫ്രണ്ട് ഡോർ 2 തുറക്കുന്നത്. ഒന്നിൽ നിന്നിറങ്ങിയത് ഗംഗയും ഒന്നിൽ നിന്നിറങ്ങിയത് വിനീതും. ഞെട്ടിപ്പോയിട്ടോ ജയപാലൻ അന്തം വിട്ടിങ്ങനെ നോക്കുക. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അമ്പലത്തിനരികെ എല്ലാവരും നിൽപ്പുണ്ട്. ഇതെങ്ങനെ എന്ന് ചോദിച്ചപ്പം അതെ, കാവേരി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ജയപാലൻ സാറ് ചന്തയ്ക്ക് പോയതുപോലെ ആവില്ലാന്ന്. എന്തായാലും നേരിട്ട് പട്ടീന്ന് വിളിക്കുന്നതിന് തുല്യമായി പോയി കേട്ടോ. സാറ് കുറേ നേരമായിട്ട് ഈ കല്യാണം മുടക്കാനായിട്ട് ഇവിടെ കിടന്ന് വെള്ളം കോരുമായിരുന്നല്ലോ. എന്നിട്ടും എന്തെങ്കിലും നടന്നോ? അല്ല, ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? മുഹൂർത്തം കഴിയാനായിട്ട് ഇനി കുറച്ച് സമയം കൂടി ഉള്ളേ. ഈ കല്യാണം നടക്കുമെങ്കിലേ നീയൊന്ന് നടത്തി കാണിക്കടി. സാറിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം എനിക്ക് പിടികിട്ടി. പക്ഷേ അതിനും അധികം ആയുസ് ഉണ്ടാവില്ല ജയപാലൻ സാറേ. എന്താ? അപ്പോഴേക്കും വിനീതിനോട് പറഞ്ഞു. വിനീതിനെ കണ്ണ് കാണിക്കുകയാണ് കാവേരി വണ്ടിയുടെ പുറകിലേക്ക്.
അങ്ങനെ വിനീത് വണ്ടി തുറന്നു ഇറങ്ങി വന്നത് മറ്റാരുമല്ല ശാന്തിയാണ് കേട്ടോ. ശാന്തിയെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ ജയബാലൻ കള്ളമൊക്കെ പറഞ്ഞിട്ട്. ആക്സിഡൻറ്റിൽ പെട്ട ഐസിയു കിടക്കുന്ന ആൾ ഡ്രൈവ് ചെയ്യുന്നതേ തിരുമേനി ആദ്യമായിട്ട് കാണുക. അതുപോലെ ഒരാൾക്ക് താലി കെട്ടാനും തടസ്സം ഉണ്ടാവില്ല എന്ന് തിരുമേനിക്ക് അറിയാം എന്ന് കാവേരി പറഞ്ഞു. തിരുമേനി വന്നിട്ട് ചോദിച്ചു, നട്ട കുരുക്കാത്ത നുണ പറയുക, അതും ഭഗവാന്റെ തിരുനടയിൽ വെച്ച്. പൈസ എടുത്തങ്ങോട്ട് കൊടുത്തു തിരുമേനി ജയബാലന്. ഇത് കയ്യിൽ വെച്ചോ. തൊടാനിറക്കുന്ന പണമാണ്. പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കഴിച്ചാലേ തൊണ്ടേന്ന് ഇറങ്ങില്ല. അല്ല, ശാന്തിക്ക് എപ്പോഴും പട്ടിണിയും പരിവട്ടമായി എന്നാണ് സീരിയലുകാർക്കൊക്കെ വിചാരം. പക്ഷെ വെറുതെ അവരെപ്പോലെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ വേറെ ഇല്ല. എന്ത് പറഞ്ഞാലും അവർക്ക് പൈസയല്ലേ. പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ തന്നെ മുച്ചൂട്ടും ഭഗവാൻ നശിപ്പിക്കുന്ന സമയത്ത് വേദനിപ്പിക്കാതെ കൊല്ലാനായിട്ട് എന്ന് പറഞ്ഞ് ജയബാലൻ്റെ നേർക്ക് കൈകൾ ചൂണ്ടിയിട്ടാണ് തിരുമേനി അങ്ങ് പോകുന്നത്. ജയബാലൻ ആകെ നാണം കെട്ട് നിൽക്കുക. കണ്ടു നിന്ന് നാട്ടുകാരൊക്കെ ജയബാലനെ കൂകുവാണ് കേട്ടോ. അപ്പോഴേക്കും നിള ഗംഗേച്ചീന്ന് പറഞ്ഞ് വിളിച്ചു. ഓടി വന്നു ഗംഗ അമ്മയ്ക്കും അനീത്തിമാർക്കും അച്ചമ്മയ്ക്കും ഒക്കെ അരികിലേക്ക്. മോൾ എവിടെ പോയതായിരുന്നു? നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോഴേക്കും ജയബാലൻ സാറ് മുഖത്ത് നോക്കാതിരിക്കുക. എടാ ജയബാല, പ്രാണനെ പോലെ തന്നെ സ്നേഹിച്ച എൻ്റെ അച്ഛനെ ചതിച്ചതിനുള്ള ശിക്ഷയെ തനിക്ക് ആരംഭിക്കാൻ പോവുക. ഇപ്പം ആൾക്കൂട്ടത്തിൽ നിന്ന് കേട്ട ആ കൂവലുണ്ടല്ലോ, അത് തൻ്റെ പതനത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ട് താനങ്ങ് എടുത്തോ. പൊതുകാര്യ പ്രസക്തൻ, ജനസേവകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ലേബലുകൾ താൻ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഭാവിയിൽ ഒരു MLA പദത്തിനോ MP സ്ഥാനത്തിനോ വേണ്ടിയുള്ള പ്രയത്നം, തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ചീട്ടുകൊട്ടാരം പോലെ തകർക്കാൻ പോവുക ഈ കാവേരി കേട്ടോ. ഇന്ന് കൂവി വിളിച്ചവർ നാളെ കല്ലെറിയും നിനക്കെതിരെ. നോക്കിക്കോ, കൺവെട്ടത്തുനിന്ന് പുഴുത്ത പട്ടിയെ പോലെ നിങ്ങളെ ആട്ടി ഓടിക്കുകയും ചെയ്യും. എന്നും അംഗീകാരവും ആദരവും മാത്രം കൊതിച്ച ജയബാലൻ്റെ മരണമായിരിക്കും അത്, മരണം. എൻ്റെ അച്ഛനടക്കമുള്ള സാധുക്കളിൽ നിന്ന് കബളിപ്പിച്ചെടുത്ത പണമൊന്നും നിങ്ങളെ തുടയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ പോട്ടേടോ ജയപാലോ. വീണ്ടും കൂവാണ് നാട്ടുകാരെ. കാവേരി പറഞ്ഞല്ലോ മാസ് എൻട്രി ആയിട്ട് നടന്നിങ്ങ് വരിക. ജയബാലൻ എന്നിട്ടും പോയില്ല. ജയബാലൻ പോകാനായിട്ട് തിരിഞ്ഞത് മുന്നിലേക്ക് വന്നത് വിനീത്. പെട്ടെന്ന് ഞെട്ടിട്ടോ. അപ്പോൾ വിനീത് ഒന്ന് ചിരിച്ചു. താനെൻ്റെ പെണ്ണിനെക്കുറിച്ച് വിഷമിപ്പിച്ചു എന്നൊക്കെ കേട്ടു. അത് വിനീതേ പോട്ടെ, ഇപ്പോഴേ തനിക്കും എനിക്കും സമയമില്ല, അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ തമ്മിൽ വിശദമായിട്ടൊന്ന് കാണേണ്ട ഒരവസ്ഥ വരും, മനസ്സിലായോ? ഇയാളെപ്പോഴും പറയാറുള്ളത് പോലെ ഇയാളെപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ പ്ലാന്റർ രാമേന്ദ്രൻ്റെ മോനാണെങ്കിൽ ഇവിടെ തന്നെ വരും. ഞാനേ പെട്ടെന്നൊരു കല്യാണം കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിനീത് അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. വിനീതിൻ്റെ കഴുത്തേ കിടക്കുന്ന മാല ചെറുതാക്കാനായിട്ട് ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്. അത് സൈഡിലേക്ക് വന്നത് വിനീത് അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും അവരെല്ലാവരും കൂടെ അങ്ങ് കയറി പോവാണ്. എന്തായാലും വിനീത് അമ്പലത്തിലെത്തിയ വിവരം വിനീതിൻ്റെ അമ്മയെ വിളിച്ച് 2-3 പേര് അറിയിക്കുകയാണ്. പക്ഷേ അവൻ ഇവിടെ തന്നെയുണ്ട് എന്ന് സുജാത വളരെ ഉറച്ച വിശ്വാസത്തോടെയാണ് പറയുന്നത്. അമ്മ ഇതെന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്നേ. എന്തായാലും വിനീത് അവിടെ ഉണ്ടെന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞാൽ ഓക്കെ, 2-3 പേരായല്ലോ. അതിന് വിനീത് ഈ റൂമിൽ അടച്ചിട്ടിരിക്കുകയല്ലേ. ഇതിവിടെ വിനീത് 2 ഉണ്ടോ? ഇതല്ലേ വിനീത് എന്ന് ചോദിച്ചപ്പം അമ്മേ നമുക്കൊന്ന് തുറന്നു നോക്കാം, അതാ നല്ലത്. തുറന്നാവും പോയാലോ? എന്തായാലും തുറന്നു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു നോക്കുക കേട്ടോ. വിനീത് കസേരയിൽ തിരിഞ്ഞിരിക്കുകയാണ്, ആ വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഡാ വിനീതേ എന്ന് വിളിച്ചതും പതുക്കെ വിനീത് അങ്ങ് തിരിഞ്ഞതും അത് നെവിനാണ് കേട്ടോ. നെവിൻ, എടാ നീയാ? ഇവനെങ്ങനെ ഈ റൂമിൽ വന്നു? എടാ എൻ്റെ മോനെവിടെയെടാ? എൻ്റെ മോനെവിടെയെന്ന്. എടാ വിനീത് എവിടെയെന്ന് പറയാൻ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ആൻറ്റി കൊണ്ടേ എന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആൻറ്റി അടങ്ങി ഒതുങ്ങി നിന്നാൽ ഞാൻ സംഭവിച്ചെന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. വിനീതേ ഇപ്പം അമ്പലത്തിലുണ്ട്. അവൻ്റെയും ഗംഗയുടെയും താലികെട്ടതായി ഇപ്പം നടക്കും. ആൻറ്റിയുടെയും ഗീതേച്ചിയുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കാൻ വിനീതിന് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. ആൻറ്റി ഇത് അവനെ കൊണ്ട് ചെയ്യിച്ചതല്ലേ അല്ലേ? ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരു വിനീത്, നിങ്ങൾക്കിവിടെ പൂട്ടിയിടാൻ മറ്റൊരു വിനീത്. അതാണിപ്പം നടന്നത്. വിനീതിനെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ഗംഗയുടെ കല്യാണം മുടങ്ങി എന്നൊരു വാർത്തയാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അതിന് വിനീതിൻ്റെ ഒരു ഡ്യൂപ്പ് മാത്രം മതിയായിരുന്നു. അതിന് ഞങ്ങൾ പരസ്പരം വേഷങ്ങൾ അങ്ങോട്ട് വെച്ച് മാറി. എൻ്റെ വിനീത് ഇപ്പം കാവേരിക്കൊപ്പം അമ്പലത്തിലേക്ക് പോവുകയും ചെയ്തു. വിനീത്
കാവേരിക്കൊപ്പം എൻ്റെ വണ്ടി എടുത്ത് പോയപ്പം ഗീതേച്ചി പിടിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ നിങ്ങളുടെ സമാധാനത്തിന് വിനീതിൻ്റെ വേഷത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇവർ ആ ഒരു കീ ഹോളിലൂടെ നോക്കിയപ്പോൾ വിനീത് അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ എൻ്റെ വേഷം കഴിഞ്ഞു, എന്നാൽ ഞാൻ അമ്പലത്തിലേക്ക് പോവാം. അവിടെയാണല്ലോ മെയിൻ സീൻ. താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലുക്ക് മാറ്റി വെച്ച് രണ്ടുപേർക്കും എൻ്റെ കൂടെ വരാം. കല്യാണം ചിലപ്പോൾ കഴിഞ്ഞ് കാണും, എന്നാലും സദ്യം കഴിച്ച് തിരിച്ചു പോരാം. ദേ ഇവിടെ കുളം കലക്കിയിട്ട് നീ അങ്ങനെ രക്ഷപ്പെട്ട് പോകുമെന്ന് കരുതിയോ എന്ന് ഗീത ചോദിച്ചു. ഇവിടെ കുളം കലക്കിയത് ആരാ? പ്രായപൂർത്തിയായിട്ടുള്ളൊരു പുരുഷനാണ് വിനീത്. അവനൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ തടയാനോ പൂട്ടിയിടാനോ ഒന്നും സഹോദരിക്കോ അമ്മയ്ക്കോ അധികാരമോ അവകാശമോ ഒന്നുമില്ല. ഞങ്ങളിവിടെ വന്ന സമയത്ത് പോലീസായിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോഴേ രണ്ടാളും അകത്തായേനെ. പോലീസാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ഗീത. ഇവിടുത്തെയല്ല, വിനീതിൻ്റെ ജീവിതത്തിൻ്റെ കാര്യം അതിലിടപെടാനായിട്ട് ഗീതേജിക്ക് പോലും അവകാശമില്ല. അത് വിനീത് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഗീതേച്ചി ഇവിടുത്തെ ആരാ? കല്യാണം കഴിച്ചു വിട്ട പെണ്ണുങ്ങൾ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി അവിടെ കഴിയണം, അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കല്ല വേണ്ടത്. വീണ്ടും വീണ്ടും തിരിച്ചു കയറി വന്ന് അവരുടെ ജീവിതത്തിലേക്ക് കമ്പിട്ടിളക്കല്ല വേണ്ടത്. എടാ ചെറുക്കോ, അരി ഇത് വീട്ടുകാരെയും കടിച്ചിട്ടും പട്ടിയുടെ മുറുമുറുപ്പ് വീണ്ടും മാറിയില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോടാ നിൻ്റെ കാര്യം. പോട്ടെ എന്ന് വെക്കുമ്പോൾ നീ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുവാണോ? ഇവിടെ കിടന്ന് അധികം ചിലച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ഒരു ചുക്കും ചെയ്യില്ല. വിനീതല്ല നെവിൻ. എനിക്ക് നേരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. അങ്ങേയറ്റം മോശമായിട്ട് തന്നെ. ദേ അമ്മയും ചേച്ചി എന്നൊരു കൺസെഷൻ വിനീതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് വരും. പക്ഷേ അതേ സ്ഥാനത്ത് നിങ്ങളെ കണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പം നിങ്ങൾ കാണിച്ച ഈ തറ വേലകളുണ്ടല്ലോ, അത് കണ്ടപ്പം മനസ്സിലായി നിങ്ങൾ ഇതൊന്നും അർഹിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് വഴി മാറി രണ്ടുപേരുടെ മുന്നിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കല്യാണ ചെറുക്കൻ്റെ പെണ്ണിൻ്റെയൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ ബൈ എന്നും പറഞ്ഞ് നെവിൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇതേ സമയം അമ്പലത്തിൽ താലികെട്ടിൻ്റെ സമയമാണ്. അങ്ങനെ വിനീത് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി പരസ്പരം മാലയൊക്കെ ഇടാണ് കേട്ടോ. വിനീതിൻ്റെ മുഖത്തും ഗംഗയുടെ മുഖത്തും കണ്ടു നിന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ പുഞ്ചിരി തന്നെയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. നെവിനും ഉണ്ട് കേട്ടോ ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട്. എന്തായാലും ഗംഗയോട് വിനീത് മനസ്സിലാട്ടോ പറയുന്നത്. എൻ്റെ പോലെ ഒരാളെ അല്ല ഭർത്താവായിട്ട് ആഗ്രഹിച്ചതെന്ന് എനിക്കറിയാം. ഗംഗയുടെ സങ്കല്പത്തിനനുസരിച്ച് മാറാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും കല്യാണം കഴിഞ്ഞിങ്ങോട്ടേക്ക് വന്നപ്പോൾ ദേ എല്ലാവർക്കും കൂടിയുള്ള അറിയിപ്പാ. എൻ്റെ മകൻ വിനീതേ കുറച്ച് മുമ്പ് മരിച്ചുപോയി. മരണാനന്തരമുള്ള ചടങ്ങ് ഇന്നേക്ക് 16ാമത്തെ ദിവസം വീട്ടുമുറ്റത്ത് നടക്കും. അങ്ങനെ വിനീതിൻ്റെ വീട്ടിൽ കയറ്റിയില്ല, പക്ഷേ കാവേരിയൊക്കെ കൊണ്ടുപോയി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. സി ഓക്കെ, താങ്ക് യു.